ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരിടത്താണ്. ചെർപ്പളശ്ശേരി വെള്ളിനേഴിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റാനിശ്ശേരി കള്ള് ഷാപ്പിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഷാപ്പ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിമുടി മാറ്റവുമായിട്ടാണ് കുറ്റാനിശ്ശേരി ഷാപ്പ് എത്തിയിട്ടുള്ളത്. നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാത്രമല്ല, ഇവിടെ ഒരുപാട് നാടൻ വിഭവങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഷാപ്പിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ മട്ടൻ ബോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സാധനമാണ്, ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ അതുപോലെ കാട ഫ്രൈ ഉണ്ട്, പിന്നെ പോർക്ക് ഫ്രൈ, പിന്നെ ഉള്ളത് താറാവ് ഫ്രൈ ഉണ്ട്, പിന്നെ ചപ്പാത്തി, പൊറോട്ട, കുറച്ച് ഗ്രേവി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിതിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ് മട്ടൻ പോത്തി എന്ന് പറയുന്ന സംഭവം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. കൊള്ളാം, നല്ല അടിപൊളി, നല്ല ചാപ്പിലായതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള ഒരു വിഭവമാണ് മട്ടൻ പോത്തി എന്ന് പറയുന്നത്. ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഡെക്ക് റോസ്റ്റ് ആണ്, അതായത് താറാവിൻ്റെ റോസ്റ്റ്. ഇതും കഴിച്ചതാണ്, പക്ഷെ എന്നാലും ഇവിടുത്തെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. മട്ടൻ ബോട്ടീൻ്റെ അത്ര എരിവില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും മറ്റൊരു നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമായിരുന്നു പോർക്ക് ഫ്രൈ. പോർക്ക് കഴിച്ചിട്ടുള്ള സാധനമാണ്, എന്തായാലും ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല എരിവും നല്ല കുരുമുളകിൻ്റെ ആ ഒരു സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒന്നാണ് നമ്മുടെ കാട ഫ്രൈ. ഇതുപോലെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും നമ്മുടെ കുറ്റാനിശ്ശേരി ഷാപ്പിലുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കാട ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഫിഷ് ഫ്രൈ ആണ്. നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് എടുത്ത് നോക്കാം ഒരു പീസിലെ. നന്നായിട്ടുണ്ട്. പിന്നെ ഇവരിവിടെ നമുക്ക് കൊണ്ട് തന്നതാണ്, സെർവ് ചെയ്തതാണെങ്കിലും നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിവിടെ ഫുഡ് ഇവർ സെർവ് ചെയ്തിട്ടുള്ളതും. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വിഭവങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ അതൊക്കെ പരിചയപ്പെടാം. ഇവിടെ നമ്മുടെ ഷാപ്പിൻ്റെ ഓണർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ കണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്താ പേരെന്താ? ഇവിടെ തന്നെയാണോ വീട്? സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന കസ്റ്റമറാണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു നല്ല അടിപൊളിയാണ്. ഹലോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എവിടെ വീടിന്റെ പേരെന്താ? ഇവിടെ തന്നെയാണോ വീട്? അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആയിട്ട് വന്നാണോ? അതെ, ഇവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഫുഡാണ് മെയിൻലി, നമ്മൾ അടിപൊളി ഫുഡാണ്, വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്, നല്ല അടിപൊളി ഭക്ഷണമാണ്. അപ്പൊ നമ്മള് അവിടുന്ന് ഫുഡ് തേടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. എന്താ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചത്? ഇന്ന് ഇതാ പന്നിയിറച്ചി ഉണ്ട്, അതുപോലെ ബോട്ടി ഉണ്ട്, അത് ആടിന്റെ അങ്ങനെ വെറൈറ്റീസ് ഓഫ് കുറെ ഉണ്ട്. ഫുഡ് അടിപൊളിയാണ് എന്തായാലും. അതെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് കൃഷ്ണദാസ്, കണ്ണെന്ന് വിളിക്കും. എന്റെ നാട് ഇവിടെ തന്നെയാണ്, എന്റെ തറവാട് ഇവിടെ തന്നെയാണ്. ഞാൻ ഇപ്പോ എന്റെ താമസം തിരുവാഴിയോടാണ്. എന്റെ അളിയൻ തന്നെയാണ്. അപ്പൊ അവര് അവിടുന്ന് വിളിച്ച് പറയും ഭക്ഷണം, അതായത് കണ്ണു കുടിക്കാൻ വേണ്ടി വരുന്നല്ല, മെയിനായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഇവിടുന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ്, ഇവിടുത്തെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ വരുന്നതാണ്.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നത് തന്നെ നമ്മുടെ നാട് തന്നെയാണ് ഇവിടെ കുറ്റാൻശ്ശേരി എന്ന് പറയുന്നത്. സ്റ്റാഫിന്റെ പെരുമാറ്റമാണ് നമ്മൾ വന്നിരിക്കുമ്പോൾ പിന്നെ എന്താണ് വേണ്ടത്, അവരാ ഒരു പെരുമാറ്റം അതാണ് അവർ മെയിനായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ വരും ചെയ്യും. നമ്മളൊരു 4 പേരോട് നമ്മൾ പറയുകയും ചെയ്യും. ഫാമിലി ആയിട്ട് വന്നിരിക്കാനുള്ള എല്ലാ സൗകര്യം കാര്യങ്ങളും യാതൊരു കച്ചറയോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എല്ലാം ഡീസന്റ് വരുന്ന ആളുകളൊക്കെ എല്ലാം ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ തന്നെയാണ് മെയിനായിട്ട്. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും തീർച്ചയായിട്ടും ഫാമിലിയോട്ട് വരും. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേട്ടനാണ് നമ്മളെ കൂടുതൽ. ചേട്ടന്റെ പേരെന്താ? സതീഷ് കുമാർ. ചേട്ടനാണ് ഇവിടെ മെയിൻ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ചേട്ടനാണോ? ഓക്കെ. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഷാപ്പിന്റെ കാര്യങ്ങളൊക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം ഫുഡും ഉണ്ട്. ഷാപ്പിന്റെ ലൈസൻസ് രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 മണി വരെ. പിന്നെ അവൈലബിൾ ആയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നതല്ല. ഞണ്ട്, ചെമ്മീന്, കൂന്തള, കാട, മുയല്, ഫിഷ് ഫ്രൈ ഇതൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടൻ തന്നെയോ? അതെ അതെ. അങ്ങനെ കിട്ടുന്ന എല്ലാ ഐറ്റവും. എന്തായാലും ഞങ്ങൾ ഇതില് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട്. നല്ല ഗംഭീര സാധനങ്ങൾ. കാരണം നമുക്ക് പുറത്ത് കിട്ടാത്ത പല സാധന ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പോർക്കാണെങ്കിലും അങ്ങനത്തെ ഒക്കെ നമുക്ക് പുറത്ത് കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ മട്ടന്റെ ആ ഒരു ബോട്ടി കഴിച്ചു, അതും നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും ഒരുപാട് തിരക്കുള്ള സമയം എപ്പോഴാണ്? തിരക്കുള്ള ഈ സമയത്തെല്ലാം തിരക്ക് സാറിന് പൊതുവെ ന്യൂ ഇയർ ആയതുകൊണ്ട് തിരക്ക് കൂടും ഉണ്ടാവില്ലേ? ഒറ്റപ്പാലി ഈ സമയത്ത് 2:30-3 മണിയെല്ലാം ആകുമ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഫാമിലികളും എല്ലാം ഇഷ്ടം പോലെ വരും. ഓക്കെ. ചേട്ടന്റെ പേരെന്താ? ചേട്ടൻ ഇവിടെ എന്താ ചെയ്യണത്? അതെ അല്ലെ. കുടുംബമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല സൗകര്യമുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതെ. കുട്ടികളും മക്കളും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. ഹാപ്പി ന്യൂ ഇയർ എന്തായാലും. അപ്പോ നമ്മുടെ കൂടെ ഇപ്പം ഷാപ്പിന്റെ മാനേജ്മെന്റ് ആയിട്ടുള്ള ശിവേട്ടനുണ്ട്. അപ്പോ ഞങ്ങൾ ഇവിടുത്തെ ഫുഡൊക്കെ 1-2 ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഗംഭീരമായിട്ടുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇത് കൂടാതെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? ഐറ്റംസ് നമുക്കിവിടെ എന്നും 10-16 ഐറ്റംസ് ഉള്ളതാണ്. മുയല്, ഞണ്ട്, നാടൻകോഴി, താറാവ്, ചെമ്മീന്, കൂന്തള്, ഫിഷ് ഫ്രൈ, അങ്ങനെ 3 ഐറ്റം എക്സ്ട്രാ മട്ടൻ പൊട്ടിയൊക്കെ ഇതിൽ വരും. എല്ലാ ദിവസവും ഉണ്ടാവും ഐറ്റംസ് ഒക്കെ. ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ന്യൂ ഇയർ സ്പെഷ്യൽ അല്ല എന്ന് വെച്ചാൽ എന്നും ഇവിടെ സ്പെഷ്യൽ തന്നെ. അത് നമുക്ക് കുറെ പാഴ്സലും പിന്നെ 2-3 ഫിഷ് ഐറ്റംസ് വരുന്നുണ്ട്. ആവോലി, സിൽവർ, ഷാഫിയൊക്കെ ആയിട്ട് 3-4 മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ന്യൂ ഇയർ ആയിട്ട് അങ്ങനെ സ്പെഷ്യൽ നമുക്ക് എല്ലാ ദിവസവും സ്പെഷ്യലാണ് ഇവിടെ. ഇന്ന് വൈകുന്നേരം നാളെ ആയിട്ട് തിരക്ക് കൂടുവോ? കൂടും. നമുക്ക് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ഫുൾ ദിവസങ്ങളൊക്കെ ഫുൾ ഫാമിലിയാണ്. നമുക്കിവിടെ ഫുൾ നല്ല സപ്പോർട്ട്. ഫാമിലിയൊക്കെ ഫുൾ ഫാമിലി വരുന്നുണ്ട്. ചേച്ചിമാരും കുട്ടികളൊക്കെ നിറയെ ഒരുപാട് ഫാമിലീസ് വരാറുണ്ട്. ഉള്ള ദിവസങ്ങളൊക്കെ ഫാമിലീസ് തന്നെ ഇവിടെ വരാറുള്ളൂ കൂടുതലും. എല്ലാ ദിവസവും പ്രവർത്തിക്കാതോ? എല്ലാ ദിവസവും ഉണ്ട്. ഇല്ല ലീവില്ല, എല്ലാ ദിവസവും ഉണ്ടല്ലേ. ഇവിടെ ഇപ്പൊ ഒരുപാട് സ്റ്റാഫും എത്ര സ്റ്റാഫുകളും? ഞങ്ങളിവിടെ 4-5-6 സ്റ്റാഫ് ഉണ്ട്. എല്ലാരും ഇവിടെ തന്നെ എല്ലാരും ചുറ്റുവട്ടത്തുള്ള തന്നെയാണ്. ഇനിയിപ്പോ നമുക്കിപ്പോ വീഡിയോ ഒരുപാട് റീൽസും കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ എവിടെ ആയിട്ടാണ് പറഞ്ഞത്? ലൊക്കേഷൻ നമുക്ക് ഇപ്പോ നമ്മള് ശ്രീകൃഷ്ണപുരം വഴി വരികയാണെങ്കിൽ അവിടുന്ന് നേരെ കുട്ടനശ്ശേരി വായനശാല എന്ന് പറഞ്ഞാൽ എല്ലാരും കാണിച്ചു. പിന്നെ ഈ മുറിയങ്കണി വഴിയാണെന്ന് വെച്ചാലും പാലത്തിനോട് എത്തേണ്ട, പാലത്തിന് മുന്നെയാണ്. അവിടുന്ന് റൈറ്റിക്ക് റോഡുണ്ട്. ഏകദേശം എത്ര മണി വരെ ഉണ്ടാവുക? 8 to 8 ആണ് പ്രവർത്തിക്കാറ്. മോർണിംഗ് 8 മുതൽ രാത്രി 8 മണി വരെ ഉണ്ട്. പിന്നെ വൈകുന്നേരം അഥവാ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മള് നിർത്തി കൊടുക്കുക. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഷാപ്പിലെ വിശേഷങ്ങള്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ ലൊക്കേഷൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാരണം നല്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഭക്ഷണമാണ് ഇവർ നമുക്കായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വരിക, ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ രുചിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതുവത്സരാശംസകൾ.